നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. തീർച്ചയായിട്ടും ഞാൻ നിരാശനും ദുഃഖിതനുമാണ്. ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ കോളപ്പിൽ ഉൾപ്പെടാത്തതിൽ നെയ്മർ ജൂനിയറുടെ പ്രതികരണം വന്നിരിക്കുകയാണ്. നെയ്മർ ഇന്നലെ കിങ്സ് കപ്പിൽ കളിക്കുകയൊക്കെ ചെയ്തു. ഏതായാലും അതിനുശേഷം അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നു താൻ നിരാശനാണ്. കോളപ്പിലേക്ക് അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയില്ല. കാർലോ അഞ്ചലോട്ടി പറയുന്ന നെയ്മർ ജൂനിയർ 100% ഇപ്പോഴും ഫിറ്റല്ല എന്നാണ്. മാർച്ച് മാസത്തിൽ 2 സൂപ്പർ മത്സരങ്ങളാണ്, ഒന്ന് ഫ്രാൻസിനെതിരെയും ഒന്ന് ക്രൊയേഷ്യക്കെതിരെയും. അതിൽ നെയ്മർ ഉൾപ്പെടുത്തിയില്ല. നെയ്മർ അതിനോട് പ്രതികരിച്ചിരിക്കുകയാണ്. നെയ്മർ പറയുന്നു, ഞാൻ അതിനെക്കുറിച്ച് ഇവിടെ സംസാരിക്കാം, കാരണം ഇതിന്ന് അങ്ങ് വഴുതി പോകാൻ പറ്റില്ലല്ലോ. ഒബ്വിയസ്ലി ഞാൻ അപ്സെറ്റാണ്, സാഡാണ്. ബ്രസീൽ ടീമിൻ്റെ കോളപ്പിൽ എന്നെ ഉൾപ്പെടുത്തിയില്ല എന്നുള്ളതിൽ ഞാൻ നിരാശനും ദുഃഖിതനുമാണ്. പക്ഷേ എൻ്റെ ഫോക്കസ് അത് തുടരുന്നു. ഡേ ആഫ്റ്റർ ഡേ, ദൈനംദിനം എൻ്റെ ഫോക്കസ് വളരെ കൃത്യമായിട്ട് തുടരുന്നുണ്ട്. ട്രെയിനിങ് ആഫ്റ്റർ ട്രെയിനിങ്, ഗെയിം ആഫ്റ്റർ ഗെയിം കാര്യങ്ങളിൽ മാറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ നമ്മുടെ ലക്ഷ്യം അച്ചീവ് ചെയ്യാൻ പോവുകയാണ്. ഇനിയും ഒരു ഫൈനൽ കോളപ്പ് കൂടി ഉണ്ടല്ലോ വേൾഡ് കപ്പിന് മുമ്പ്. സോ ദി ഡ്രീം ലൈവ്സ് ഓൺ. ദാറ്റ്സ് ഇറ്റ്. നമ്മളെല്ലാവരും ഇതിൽ ഒരുമിച്ചാണ് എന്നാണിപ്പോൾ നെയ്മർ ജൂനിയർ പറയുന്നത്. അദ്ദേഹം പറയുന്നു വേൾഡ് കപ്പിന് മുമ്പ് ഇനിയൊരു കോളപ്പ് ഉണ്ടല്ലോ, വേൾഡ് കപ്പിൻ്റെ കോളപ്പ്, അത് മെയ് മാസം അവസാനം. അപ്പോൾ ഞാൻ അത് സ്വപ്നം കാണുകയാണ്. സോ ഞാൻ ആ സ്വപ്നത്തിലാണ് മുന്നോട്ട് പോകുന്നതെന്ന് തന്നെ നെയ്മർ ജൂനിയർ പറയുന്നു. അദ്ദേഹം തീർത്തും നിരാശനും ദുഃഖിതനുമാണ്. അത് സ്വാഭാവികമാണല്ലോ, കാരണം പരിക്കിൽ നിന്ന് മുക്തനായി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ഇപ്പോൾ അദ്ദേഹം 90 മിനിറ്റും പിന്നെ ഇഞ്ചുറി ടൈം അടക്കം 100 മിനിറ്റൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അഞ്ചലോട്ടി പറയുന്നു നെയ്മർ ഇപ്പോഴും 100% ഫിറ്റ് അല്ല. നെയ്മറെ വേൾഡ് കപ്പിന് കൊണ്ടുപോകാം, പക്ഷേ അദ്ദേഹം ഫിറ്റായിരിക്കണം എന്നുള്ളത്. എന്തായാലും നെയ്മർ തീർത്തും നിരാശനും ദുഃഖിതനുമാണെന്ന് തന്നെ തുറന്നു പറയുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.